ഹലോ ഹായ് പ്രിയപ്പെട്ട മക്കളെ, പരീക്ഷയ്ക്ക് വരാനേറെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നഹവിൻ്റെ ഭാഗത്ത് നിന്നുള്ള നവാസിബുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. വളരെ എളുപ്പമാണ്. എത്ര എണ്ണമാണ് നവാസിബുകൾ ഉള്ളത്? നമുക്കെല്ലാവർക്കും അറിയാം, 4 എണ്ണമാണ് നവാസിബുകൾ ഉള്ളത്. അത് ഏതൊക്കെയാണ്? അൻ, ലെൻ, കൈ, ഇതൻ. ഏതൊക്കെയാ? അൻ, ലെൻ, കൈ, ഇതൻ. ഇവകളെ പണി എന്താ? ഇവകൾ മുലാരിയായ ഫിലിനിക്ക് നസ്ബ് കൊടുക്കും. നസ്ബ് കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര പഠിച്ചു വെച്ചാൽ മതി. മുലാരിയായ ഫിലിന്റെ അവസാനത്തെ അക്ഷരത്തിന്റെ മുകളിൽ ഫതഹ് വരും. ആര് വന്നാൽ? ഈ മുലാരിയായ ഫിലിന്റെ തൊട്ട് മുൻപ് ഈ 4 നവാസിബുകൾ വന്നാൽ. അപ്പൊ നസ്ബ് എന്ന് പറഞ്ഞാൽ ഈ ഫതഹ് വരെ മാത്രമാണോ? അല്ല, നസ്ബിന് വേറെയും രൂപങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ ഈ നസ്ബിന്റെ ഈ ഫതഹ് വരുന്ന രൂപം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മാത്രം നോക്കി വെച്ചാൽ മതി. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? നവാസിബുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4 എണ്ണാണ്. അൻ, ലെൻ, കൈ, ഇതൻ. ഇവകൾ മുലാരിയായ ഫിലിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് കൊടുക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെ നമുക്ക് ചോദ്യം നോക്കട്ടോ. യജിബു അലൈക അൻ ഡാഷ് യജ്തഹിദു എന്നുണ്ട് അല്ലേ? അപ്പൊ അന്ന് വരുമ്പോൾ, അന്ന് ആ 4 എണ്ണത്തിൽ പെട്ടതല്ലേ? അൻ, ലെൻ, കൈ എന്ന് പറഞ്ഞപ്പോൾ 4 എണ്ണത്തിൽ പെട്ടതാണ് അന്ന്. അപ്പൊ നവാസിബിൽ പെട്ടത് തന്നെയാണ്. അപ്പം യജ്തഹിദ് എന്നുള്ളത് അത് എന്തുവാണ്? യജ്തഹിദു എന്നുള്ളത് അത് മുലാരിയായ ഫിലുമാണ്. അപ്പൊ പിന്നെ ആ മുലാരിയായ ഫീലിന്റെ തൊട്ട് മുൻപ് അന്ന് വന്നാൽ പിന്നെ ആര് വരും എന്ന് പറഞ്ഞു? ആ മുലാരിയായ ഫീലിന്റെ അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുകളിൽ ഫതഹ് വരും. അപ്പൊ ഐ യജ്തഹിദ. ഓക്കെ, യജ്തഹിദ എന്ന് കൊടുക്കേണ്ടി വരും. എന്താ കൊടുക്കേണ്ടി വരിക? യജ്തഹിദ. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഐ യജ്തഹിദ എന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും, അന്ന് വന്നതുകൊണ്ട്. അങ്ങനെ അടുത്ത എന്താ? വ അൻ ഡാഷ് യത്റുക്കു എന്ന് കൊടുത്തിട്ടുണ്ട്. തറക്ക യത്റുക്കു. അപ്പൊ എങ്ങനെ നമ്മൾ കൊടുക്കുക? യത്റുക്ക. ഓക്കെ, ഐ യത്റുക്ക ട്ടോ. യത്റുക്ക. എന്തുകൊണ്ടാ ക ആവാൻ കാരണം എന്താ? അന്ന് വന്നു. അന്ന് ഏതിൽ പെട്ടതാണ്? നവാസിബിൽ പെട്ടതാണ്. ഇനി അടുത്ത എന്താ? അൽ കസ്ല. കൈ യതഹഖഖു ഡാഷ് യതഹഖഖു എന്നുണ്ട്. അപ്പൊ എങ്ങനെ വരിക? കൈ വന്നു. കൈ ഏതിൽ പെട്ടതാണല്ലോ? നവാസിബിൽ പെട്ടതാണല്ലോ. അൻ, ലെൻ, കൈ, ഇതൻ അല്ലെ? അപ്പൊ കൈ ഇതിൽ പെട്ടതാണ്. അപ്പൊ കൈ യതഹഖഖ. കൈ യതഹഖഖ. കൈ യതഹഖഖ എന്ന് വരും. ഇവകളാണ് നവാസിബുകൾ. അപ്പൊ നവാസിബ് എന്തായിരുന്നു? 4 എണ്ണമാണ്. അൻ, ലെൻ, കൈ, ഇതൻ. ഇവളെ പണി എന്താ? മുലാരിയായ ഫീലിനിക്ക് നസ്ബ് കൊടുക്കുന്നു. മുലാരിയ ഫീലിന് നസ്ബ് കൊടുക്കുക എന്ന് പറഞ്ഞാല് പലതരം നസ്ബുകളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഏത് മാത്രം പഠിക്കാനുള്ള മുലാരിയ ഫീലിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് കിട്ടും എന്ന് പഠിച്ചു വെക്കുക. വേറെയും ഉണ്ട്, പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്ര ഉദാഹരണം പഠിക്കുന്നു. ഇനി ഞാനിവിടെ ഒരു ഉദാഹരണം എഴുതുന്നു. യദ്ഹബു. യദ്ഹബു. ഓക്കെ, യദ്ഹബു. യദ്ഹബു എന്നതിന്റെ തൊട്ട് മുൻപ് അന്ന് വന്നാൽ എന്ത് മാറ്റാ വരും മക്കളെ? ഒന്ന് പറഞ്ഞു നോക്കേ. അൻ, അൻ യദ്ഹബി എന്നാണോ? യദ്ഹബു എന്നാണോ? യദ്ഹബ. എന്തുകൊണ്ട്? യദ്ഹബു എന്നുള്ളത് മുലാരിയ ഫീലാണ്. അതിന്റെ തൊട്ട് മുൻപ് നവാസിബിൽപ്പെട്ട അന്ന് വന്നു, യദ്ഹബ ആയി. ഇനി ലെൻ ആണെങ്കിലോ? ലൻ യദ്ഹബ. ഓക്കെ, കൈ ആണെങ്കിലോ? കൈ യദ്ഹബ. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ കോൺഫിഡൻസോടെ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.